നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി 50 ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന മൂവാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ മൂവ് അനുസരിച്ചിട്ട് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും വരകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ വലിയൊരു മൂവൊന്നും മാർക്കറ്റ് നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ പോയിൻ്റ് തൊട്ടടുത്ത് ഓപ്പൺ ചെയ്യുന്നു. മുകളിലേക്ക് ഈ ഒരു പോയിൻ്റ് വരെ പോയിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് കണ്ടിന്യൂസ് റിജക്റ്റ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അത് കുറച്ചും കൂടെ മുകളിലാണ് എന്നതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്നിരുന്നാലും അതിന് മുന്നേ തന്നെ മാർക്കറ്റ് റിജക്ഷൻ എടുത്ത് താഴത്തേക്ക് പോകുന്നു. അതർവൈസ് ഒരു ഡയറക്ഷൻ മാർക്കറ്റിന് കിട്ടുന്നില്ല എന്നതാണ് നമുക്കിന്ന് കാഴ്ചയിൽ തോന്നുന്നത്. അറ്റ് ദ സെയിം ടൈം താഴത്തേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ ആലങ്കാരികമായി പറയുമെങ്കിലും കുറച്ചധിക കാലം നമ്മളും അതാണ് ശരി എന്ന് വിശ്വസിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന മാക്സിമം വിൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സ്ഥാപനം നടത്തിയ പഠനം 10 വർഷത്തെ ധാരാളം സ്റ്റോക്കുകളിൽ അവർ നടത്തിയ പഠനങ്ങളിൽ നിന്ന് അവർ കണ്ടെത്തിയത് ഇതാണ്. ട്രെൻഡ് ട്രേഡിങ്ങിൻ്റെ വിന്നിംഗ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50 മുതൽ 54% വരെ ആണെങ്കിൽ, ട്രെൻഡ് റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് റിവേഴ്സൽ ട്രേഡിങ്ങിലൂടെ കിട്ടുന്ന വിന്നിംഗ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 70-72%. അപ്പോൾ നമുക്ക് മനസ്സിലായി 20%-നടുത്തോളം നമുക്ക് സാധ്യത ട്രേഡിംഗ് വിന്നിംഗ് എഡ്ജ് കൂടുതൽ കിട്ടുന്നത് റിവേഴ്സൽ ട്രേഡിങ്ങിലാണ്. സോ ദാറ്റ് നമ്മൾ എസ്പെഷ്യലി ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി ഓർഡർ ബ്ലോക്കിൽ നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകും എന്ന രീതിയിൽ റിവേഴ്സൽ ട്രേഡിംഗ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഒരു 5 സ്റ്റോക്കുകൾ നമ്മൾ നിരന്തരം എവറിഡേ വാച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി ONGCയിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കിവിടെ കാണാം, കഴിഞ്ഞ ദിവസത്തെ ഇതൊരു ഓർഡർ ബ്ലോക്ക് പ്രൈസ് ആക്ഷൻ പോയിൻ്റ് നമ്മൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. താഴത്ത് അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയയും നമ്മളിവിടെ ഇതാണ് ഓർഡർ ബ്ലോക്കായിട്ട് എടുത്തേക്കുന്നത്. വലിയൊരു മൂവ് കൊടുത്തു, ക്ലോസിംഗ് ക്യാൻഡിലേക്ക് അത് റീടെസ്റ്റും തന്നു. അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഇന്നലത്തെ മാർക്കറ്റിലും ഇതിൽ തന്നെ നമ്മൾ ട്രേഡ് എടുത്തു, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ ലൈനിനകത്ത് നമ്മൾ വലിയ മാറ്റമൊന്നും വരുത്തേണ്ടി വന്നിട്ടില്ല ഇന്നത്തെ ട്രേഡിന് വേണ്ടിയിട്ട്. അത് തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്കിവിടെ കാണാം, ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, നമ്മളുടെ റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തു. ആ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് താഴത്തേക്ക് ഫോളോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തത് നമ്മൾ ഈ കാണുന്ന 9:30, അതായത് 15, 20, 25 ഈ കാണുന്ന ഒരു റെഡ് ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു റെഡ് ക്യാൻഡിലാണ് നമ്മളിവിടെ എൻട്രി എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇത് നമ്മുടെ ഇന്നത്തെ ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ടാണ്. നമ്മൾ 9:27 ഈ ഒരു സമയത്താണ് 173 ക്വാണ്ടിറ്റി 248.91 നമ്മൾ സെല്ല് ചെയ്തു. അതിനുശേഷം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റിനാണ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റാകുന്നത്. 173 ക്വാണ്ടിറ്റി 246.42. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ സെല്ല് കൊടുത്തു. നമ്മുടെ ടാർഗറ്റ് ഇവിടെയാണ് ഹിറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മൾ ആ ട്രേഡിംഗ് ടൈമിൽ എടുത്ത് വെച്ച സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ 173 ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് നമ്മൾ സെല്ല് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ വെക്കുന്നത് ബ്രാക്കറ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 0.5% സ്റ്റോപ്പ് ലോസ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തു, 1% ടാർഗറ്റും സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ടാർഗറ്റിലേക്ക് പിന്നീട് വന്ന് ഹിറ്റ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഇന്നത്തെ ആ ട്രേഡിൽ നമ്മളുണ്ടായിരുന്ന ടൈം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറും 35 മിനിറ്റുമാണ് ആ ട്രേഡിൽ നമ്മളുണ്ടായിരുന്നത്. ആക്ച്വലി എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ എൻട്രി എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക്
സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അവിടെ പ്ലേസ്ഡ് ആകുന്നുണ്ട്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് പോലെ ടാർഗറ്റും ഉണ്ട്, സ്റ്റോപ്പ് ലോസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ 3 മണി വരെയുള്ള സമയം പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഒന്നുകിൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നുകിൽ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ലോസ് കിട്ടും. അപ്പോൾ എന്ത് കിട്ടിയാലും അത് നമ്മുടെ കഴിവുമായി ബന്ധപ്പെട്ടതല്ല. അതർവൈസ് നമുക്ക് ഈ റിസ്ക് റിവാർഡ് പാലിക്കുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അതവിടെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, ലോസ് കിട്ടിയാലും കുഴപ്പമില്ല. കാരണം നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ കഴിവല്ല ഇവിടെ വർക്കൗട്ട് ആകുന്ന സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 2 പോയിൻ്റ് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന പ്രൈസിൻ്റെ മുകളിലൊരു റെസിസ്റ്റൻസും താഴത്തൊരു സപ്പോർട്ടും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ 2 ലൈനിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റിലെ ഇവിടുന്ന് താഴത്ത് വന്നായിരുന്നു ഹിറ്റ് ചെയ്തിരുന്നതെങ്കിൽ നമ്മളിവിടുന്ന് ബൈ ആയിരിക്കും എടുക്കുക. ഇനി ഫസ്റ്റിലെ അത് മുകളിൽ പോയി ഹിറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ താഴത്തേക്ക് സെല്ലെടുത്തത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റ് നമ്മൾ ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ മാർക്കറ്റിൽ 2 കാര്യങ്ങളെ സംഭവിക്കാനുള്ളൂ. ഒന്നുകിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് റിവേഴ്സായി താഴത്തേക്ക് പോരാം, അല്ല എങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാം. ഈ 2 കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാനുള്ളൂ. അപ്പോൾ എവിടെ നിന്നാണോ പ്രൈസ് വന്ന് എങ്ങോട്ടാണോ ഹിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡേഴ്സ് എല്ലാം ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രൈസ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അവിടുന്ന് റിവേഴ്സൽ താഴത്തേക്ക് ടാർഗറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് ഹിറ്റ് ചെയ്യുക എന്നതാണ് പിന്നത്തെ നമ്മുടെ ഈ ടാർഗറ്റ് വന്ന് ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് അവിടെ അല്ല, സപ്പോസ് മുകളിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ലൈനിൽ സെല്ലല്ല ചെയ്യുന്നത്, ഇവിടെ ബൈ ചെയ്തേനെ. പിന്നെ നമ്മളുടെ ടാർഗറ്റ് ഇവിടുന്ന് ഇതിങ്ങനെ മുകളിലേക്ക് പോവുക എന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആണ് റിവേഴ്സൽ ട്രേഡിങ്ങിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ 2 രേഖകൾക്ക് മധ്യത്തിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുകളിലത്തെ രേഖയിൽ നിന്ന് സെല്ല് ചെയ്യാൻ നമ്മൾ ഓർഡർ ഇട്ടു, അത് സെല്ലായി. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടാം, ഇല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടാം. എന്നാലും നമ്മൾ പറഞ്ഞു റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് 70% മുകളിൽ വിന്നിംഗ് പ്രോബബിലിറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത 50% 54% ആണെങ്കിൽ, അതായത് ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് 50% മുതൽ 54% വരെയാണ് മാക്സിമം വിന്നിംഗ് പ്രോബബിലിറ്റി കിട്ടുന്നതെങ്കിൽ റിവേഴ്സൽ ചെയ്യുന്ന ആൾക്കാർക്ക് 70-നും 72-നും ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ താഴത്തേക്ക് പോരാനുള്ള, അതായത് ട്രെൻഡ് റിവേഴ്സലാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് 70 ഉണ്ട് എങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യത മാക്സിമം 54% ഉള്ളൂ. സോ നമുക്ക് ഒരു വിന്നിങ് എഡ്ജായിട്ടൊരു 20%ഓളം റിവേഴ്സലാകാനുള്ള സാധ്യത കണ്ടെത്തുന്നത് കൊണ്ടാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് 430 രൂപയാണ് ഇന്ന് പ്രോഫിറ്റ് കിട്ടിയത്. ഇനി അടുത്ത വിപ്രോയിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. വിപ്രോയിൽ നമ്മൾ നോക്കുമ്പോഴും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം താഴത്തേക്ക് വന്നു. ഇത് താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബൈ എടുക്കേണ്ടതാണ്, പക്ഷേ അവിടെ വരെ അത് വന്നിട്ടില്ല. അത് തിരിച്ച് മുകളിലേക്ക് തന്നെ പോയി ഈ പോയിന്റിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് താഴത്തേക്ക് ഒരാൾക്ക് സെല്ല് എൻട്രി എടുക്കാവുന്നതാണ്. അവിടുന്ന് എൻട്രി എടുത്തിട്ടുള്ള ഒരാൾക്ക് നമുക്കിവിടെ കാണാം സ്റ്റോപ്പ് ലോസ് നമ്മുടെ 0.5% ആണ് വരുന്നത്. അങ്ങോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. താഴത്തെ ടാർഗറ്റിലേക്ക് വന്ന് മാർക്കറ്റ് ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. അതർവൈസ് അവിടെ ഹിറ്റ് ചെയ്തില്ല എങ്കിൽ പോലും 1% അപ്പോൾ മൂവ് ചെയ്തു. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് ഓൾറെഡി ആ സ്റ്റോക്കിൽ ആ ചെയ്ത ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി പവർ ഗ്രിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡിൽ നമുക്ക് കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് ഈ പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് റിവേഴ്സൽ ട്രേഡ് എടുക്കണം. അപ്പോൾ നമ്മളവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു ഓർഡർ എങ്കിൽ അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് പോയിട്ടുണ്ട്. 0.5% എബോ, അതായത് 0.54% താഴത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് എങ്കിലും അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ മുകളിൽ വന്നത് ഹിറ്റ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെ നമുക്ക് കാണാം 1:2 റിസ്ക് റിവാർഡ് അത് തരുമായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു മൂവ് താഴത്തേക്ക് കൊടുത്തിരുന്നു എങ്കിൽ നമ്മളവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇത് തിരികെ മുകളിലേക്ക് വരുമ്പോൾ, ഇല്ലെങ്കിൽ പ്രൈസ് താഴത്തേക്ക് പോയതിന് ശേഷം ആണ് ഇവിടെ ഒരാൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കുറവാണ്. തിരികെ പ്രൈസ് മുകളിലേക്ക് കയറി വരുമ്പോൾ ആളുടെ എൻട്രി എക്സിക്യൂട്ടഡ് ആയിട്ട് പിന്നീട് ഈ പോയിന്റിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടും. ഇനി അതർവൈസ് ഇത് ലോസ് ആണെന്ന് കണക്കൂട്ടിയാൽ പോലും കുഴപ്പമില്ല. ഇന്ന് നമ്മൾ ആദ്യം കണ്ട 2 ട്രേഡും പ്രോഫിറ്റ് കിട്ടി, ഇതിനകത്ത് ലോസ് കിട്ടിയെന്ന് കണക്കൂട്ടിയാൽ മതി. ഇനി BPCL നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് കാണാം ഓപ്പൺ ചെയ്തേക്കുന്ന ഇവിടെയാണ്, താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ റിവേഴ്സൽ ട്രേഡാണ് എടുക്കുന്നത്. ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് പിന്നെ മൂവ് ചെയ്തേക്കുന്നത് നമുക്കിവിടെ കാണാം. 0.5% സ്റ്റോപ്പ് ലോസ് അത് ഹിറ്റ് ചെയ്തിട്ടില്ല. തിരിച്ചത് മുകളിലേക്ക് കയറിയേക്കുന്ന 1:1 അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും 1:2 അത് എത്തിയിട്ടില്ല. പക്ഷേ മുകളിലത്തെ റെസിസ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ട്രേഡ് ഇപ്പോഴും നെറ്റ് പ്രോഫിറ്റിൽ തന്നെയാണ് ഉള്ളത്. ഇനി NTPC നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു ക്യാൻഡിൽ വന്ന് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്തു എന്ന് കണക്ക് കൂട്ടിയാൽ അത് 0.5 ഫസ്റ്റ് ക്യാൻഡിൽ 0.5 ഹിറ്റ് ചെയ്യുന്നില്ല. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു എന്ന് തന്നെ കാണാം. അപ്പോൾ എനിവേ അതിൽ എന്തായാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല, സ്റ്റോപ്പ് ലോസേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര എണ്ണത്തിലാണ് ഇപ്പോൾ ലോസ് കണ്ടത്? 1, 2, 3 ഇതിനകത്തും പ്രോഫിറ്റാണ്. അപ്പോൾ 3 എണ്ണത്തിൽ നമുക്ക് പ്രോഫിറ്റും 2 എണ്ണത്തിൽ സ്റ്റോപ്പ് ലോസുമാണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത്. അപ്പോഴും നമുക്ക് 50%-ന് മേളിൽ എന്ത് കിട്ടി? വിൻ കിട്ടിയിട്ടുണ്ട്. നേരെ മറിച്ച് ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊന്നും ട്രേഡ് എടുക്കാനേ പറ്റുന്നുണ്ടാവില്ല. കാരണം ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു പർട്ടിക്കുലർ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ട് റീടെസ്റ്റ് തരണം. റീടെസ്റ്റ് തന്നതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നോക്കുവാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, താഴത്തേക്ക് ബ്രേക്ക് തന്നു, എന്നിട്ട് ഇവിടെ റീടെസ്റ്റ് തരണം. റീടെസ്റ്റ് തന്നിട്ട് മാത്രമേ നമുക്ക് എൻട്രി എടുത്തിട്ട് ഈ ട്രെൻഡിൻ്റെ കൂടെ കൂടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു മാസം ഉണ്ടെങ്കിൽ ട്രെൻഡ് ട്രേഡിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് പല ദിവസങ്ങളിലും ഇങ്ങനെ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് വരാത്തത് കൊണ്ടിട്ട് എൻട്രി കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകും. അപ്പോൾ കുറച്ചധികം ദിവസം ഇപ്പം നമ്മളുടെ തന്നെ ചാനലിൽ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജി നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോസ് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാസമൊക്കെ നമുക്ക് കുറച്ചധികം ദിവസങ്ങളിൽ ട്രേഡ് കിട്ടാതിരുന്നിട്ടുണ്ട്. കാരണം ബ്രേക്ക് ചെയ്യണം, എന്നിട്ട് റീടെസ്റ്റ് വരണം. റീടെസ്റ്റ് വരാതെ ഇതങ്ങ് ബ്രേക്ക് ചെയ്ത് അതുപടി തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജേണൽ ഇതാണ്. ഇന്നും നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇത് 1:3 ആക്ച്വലി റിസ്ക് റിവാർഡ് ഇന്ന് മാർക്കറ്റ് പോയിട്ടുണ്ട്. നമ്മൾ 1:2 എടുക്കുന്നുള്ളൂ. അത് ഈ ഒരു 200 ദിവസം നമ്മൾ അങ്ങനെ തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ദിവസം 1:3 പോയിട്ടുണ്ട്, ഈ ദിവസം 1:3 പോയിട്ടുണ്ട്, ഈ ദിവസം 1:7 പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹ്യൂജ് റിട്ടേൺ എന്ന് പറയേണ്ടതാണ്. പക്ഷേ ഇതൊന്നും നമ്മളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു 200 ദിവസം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, നെറ്റ് ട്രേഡിംഗ് ഡേയ്സ് 200 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നവരെ 1:2 മാത്രം നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. ഒപ്പം ആക്ച്വലി മാർക്കറ്റ് കൊടുത്തത് എന്താണെന്ന് ഈ ജേണലിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ കണക്കെടുക്കണം. നമുക്ക് ആ കണക്കെടുത്തിട്ട് ആ ഒരു എഡ്ജ് 1:3 എബോ നമ്മൾ പ്ലാൻ ചെയ്താൽ അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിനെപ്പറ്റി കൃത്യമായൊരു പഠനം നടത്തിയതിന് ശേഷമായിരിക്കും, അതായത് 400 ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 600 ദിവസത്തിലേക്കുള്ള യാത്രയിലായിരിക്കും നമ്മൾ ഈ പ്രോഫിറ്റ് 1:3, 4, 5 ഒക്കെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടാവുകയുള്ളൂ. അതുവരെ ഈ 200 ദിവസം വളരെ ഡിസിപ്ലിനായിട്ട് ജസ്റ്റ് 1:2 എടുത്താൽ നമുക്ക് എന്ത് നെറ്റ് പ്രോഫിറ്റ് കിട്ടും മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഉള്ളത്, ഇവിടെയൊക്കെ അടുപ്പിച്ച് 4 ദിവസം ലോസാണ് വന്നിരുന്നത്. നമ്മൾ പറഞ്ഞു നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും, അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടും. ഇതൊന്നും നമ്മുടെ കഴിവുകേടോ ആയിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് കണ്ടിന്യൂസ് 3 ദിവസം ലോസ് ആയിട്ടാണ് തുടങ്ങിയത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലോസിൻ്റെ എടുത്തപ്പോഴൊക്കെ ഒരേ അളവിലാണ് നമ്മൾ ലോസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരേ അളവിലാണ് പ്രോഫിറ്റ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു ദിവസം ഒരു ട്രേഡ് എന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു ട്രേഡേ എടുക്കുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. കാരണം മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുന്നതൊക്കെയാണ് നമ്മൾ തോറ്റുപോകാനായിട്ടുള്ള സാധ്യതകൾ കൂട്ടുന്നത്. മറിച്ച് ഡിസിപ്ലിനോടുകൂടെ ഒരു ദിവസം ഒരു ട്രേഡെങ്കിൽ ഒരു ട്രേഡ് മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തോറ്റുപോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഡിസിപ്ലിൻ മാത്രം പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് വിജയത്തിലേക്ക് വരാൻ പറ്റുമെന്നാണ് നമ്മൾ നമ്മുടെ ഈ യാത്രയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 200 ദിവസത്തെ ഫസ്റ്റ് 200 ഡേയ്സിലേക്ക് ഉണ്ടായിരുന്ന ട്രേഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ദിവസം 400 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. അതിൻ്റെ അടുത്ത ദിവസം 409 അതിൻ്റെ അടുത്ത ദിവസം 411 അതിൻ്റെ അടുത്ത ദിവസം 420 അതിൻ്റെ അടുത്ത ദിവസം 430 ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു കോമ്പൗണ്ടിങ് ഇവിടെ നടക്കുന്നുണ്ട്.
നമ്മൾ പറഞ്ഞു നമ്മൾ ട്രേഡ് എടുക്കുന്നത് എല്ലായ്പ്പോഴും തന്നെ ബൈ ചെയ്യാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന ഓർഡർ വിൻഡോയിൽ ഓട്ടോമാറ്റിക്കലി 1 ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് അല്ലേ. പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓർഡർ എടുക്കുന്നത് പലപ്പോഴും ഇവിടെ ക്വാണ്ടിറ്റി 50%, അതായത് നമ്മുടെ അക്കൗണ്ടിലുള്ള ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 50% വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇന്ന് ഓൾറെഡി ഒരു ട്രേഡ് നമ്മൾ എടുത്ത് എക്സിറ്റ് ചെയ്തത് കൊണ്ടിട്ട് പിന്നീട് അതിനകത്ത് ട്രേഡിൽ ഓട്ടോമാറ്റിക്കലി വരാനില്ല, അതുകൊണ്ടിട്ടാണ് അവിടെ കാണിക്കാത്തത്. അല്ല എങ്കിൽ നമ്മളിപ്പോൾ ONGC ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി വരും. നമ്മൾ ക്വാണ്ടിറ്റി കോളം അടിച്ച് കൊടുക്കാറില്ല, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ കോളത്തിൽ ഈ കാണുന്ന പോലെ 0.5%, അതേപോലെ ഇവിടെ 1% സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ബൈ എങ്കിൽ ബൈ അല്ലെങ്കിൽ സെല്ലെങ്കിൽ സെല്ല് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ പൊസിഷൻ സൈസിങ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് നെക്സ്റ്റ് ഡേ വരുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി കൂടിക്കൂടി വരും. ഇപ്പം 173 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇന്ന് ഓട്ടോമാറ്റിക്കലി വന്നേക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 169 അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി കൂടും, അതായത് ഓട്ടോമാറ്റിക്കലി കോമ്പൗണ്ടിങ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും നമ്മുടെ തല അപ്ലൈ ചെയ്യേണ്ടാത്ത രീതിയിലേക്ക് ഓട്ടോമേറ്റ് ചെയ്ത് മെക്കാനിക്കലി ട്രേഡ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ അതിനുള്ള മറുപടികൾ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഈ ഉള്ള വീഡിയോകളുടെ കൂട്ടത്തിൽ കൊടുത്തു പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കും കൂടെ കുറച്ച് പ്രയോജനപ്രദമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.